വെൽക്കം ടു കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഈ ബോർഡാണ് നമ്മളിവിടെ വരവേൽക്കുന്നത്. അതെ, നമ്മളിപ്പം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ മറയൂരിൽ നിന്ന് നേരെ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ട്രാവൽ പാരീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇടുക്കി ജില്ലയിൽ നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ദൂരത്തിൽ, നമ്മുടെ മറയൂരിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സൂപ്പർ വെള്ളച്ചാട്ടമാണ് ഇരച്ചിൽപ്പാറ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോവിൽക്കടവ് എന്നറിയപ്പെടുന്ന ഒരു ടൗണിലാണ് കേട്ടോ. നമ്മൾ ഈ റൂട്ട് ശരിക്കും കാന്തല്ലൂർക്കുള്ള റൂട്ടാണ്, മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള റൂട്ടാണ്. അപ്പോൾ ശരിക്കും ഇങ്ങോട്ട് വരേണ്ട വഴി പറഞ്ഞു തരാം. നമുക്ക് വരേണ്ടത് മൂന്നാറിൽ നിന്ന് നേരെ മറയൂർ വരിക, മറയൂരിൽ നിന്ന് കാന്തല്ലൂർ റൂട്ടിൽ വരിക. അപ്പോൾ കാന്തല്ലൂർ റൂട്ടിൽ വരുമ്പോൾ ഉള്ള സ്ഥലമാണ് കോവിൽക്കടവ്. കോവിൽക്കടവിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞു പോകാനാണ് നമ്മളോട് ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വഴി തെറ്റിയോന്ന് ശരിക്കും ഒരു സംശയമുണ്ട്. ഉച്ച സമയം ആയ കാരണം നല്ല തിരക്കാണ് കേട്ടോ. റോട്ടിൽ നല്ല തിരക്കാണ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട്. ഈ കോവിൽക്കടവ് നല്ല അത്യാവശ്യം നല്ല വിനോദസഞ്ചാരികൾ വന്ന് ഭക്ഷണം കഴിക്കുകയും സ്റ്റേ ഒക്കെ ചെയ്യുകയും ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തിരക്കാണ് അത്യാവശ്യം. അപ്പോൾ നമ്മളിവിടെ ആരോടെങ്കിലും ചോദിച്ചിട്ട് പോകാമെന്ന് ഇങ്ങനെ കരുതി നമ്മൾ വീണ്ടും ഇച്ചിരി മുന്നോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ കോവിൽക്കടവ് ടൗണും ഒന്ന് കാണുകയും ചെയ്യാം, ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയും ചെയ്യും. നമ്മളിത് ഈ കാണുന്ന 2 ചേട്ടന്മാരോടാണ് നമ്മൾ വഴി ചോദിച്ചത്. അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞത് അനുസരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകണം. ഒരു 100 മീറ്റർ പുറകോട്ട് പോകണം. 100 മീറ്റർ പോകണ്ട, കഷ്ടി 100 മീറ്റർ പോകുമ്പം അവിടെ നിന്ന് നമ്മൾ പോരുമ്പോൾ തന്നെ ഒരു കോൺക്രീറ്റ് വഴി കാണും. ആ കോൺക്രീറ്റ് വഴി കൂടെ കയറിയാണ് പോകേണ്ടത്. കഷ്ടി ഒരു വണ്ടിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കോവിൽക്കടവ് ടൗൺ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. അപ്പം നമ്മൾ ഈ പാസ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ ശരിക്കും കോവിൽക്കടവ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് കോവിൽക്കടവ് ടൗണിൽ കൂടെ തന്നെ, കോവിൽക്കടവ് ടൗണിൽ നിന്ന് ഏകദേശം മധ്യഭാഗത്തിൽ കൂടി തന്നെയാണ് നമ്മൾ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. അതല്ലെങ്കിൽ ആ ചേട്ടന്മാർ പറഞ്ഞത് നേരെ പോവുക. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടൊരു വഴിയുണ്ട്, അതിലേയും പോകാൻ പറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ഏറ്റവും അടുത്ത വഴി കൂടി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ വഴി നോക്കി വെച്ചോ. ഈ ടൗണിൽ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴി ശ്രദ്ധയിൽപ്പെടില്ല. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് ആ കോൺക്രീറ്റ് വഴിയുള്ളത് കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. നമ്മുടെ മറയൂരിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ, വഴി മൊത്തം നല്ല തിരക്കാണ്. കോവിൽക്കടവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും വലിയ ടൗൺ ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്യാവശ്യം നല്ല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൽ നിന്ന്. ആ ബസ്സുകാരൻ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അവിടെ ആ ഓട്ടോ ചേട്ടന്മാർ എന്തൊക്കെയോ പറഞ്ഞു വിടുന്നുണ്ട്. കാരണം അതിലൂടെ ബസ് പോവില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. നമുക്കത് ഈ വഴിയിൽ കൂടിയാണ് ശരിക്കും ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ സൈൻ ബോർഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വഴിയിലൂടെയാണ് നമ്മൾ നേരെ ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഒരു വണ്ടിക്ക് കഷ്ടിയാണ് പോകത്തുള്ളൂ കേട്ടോ, കാറ് തന്നെ കഷ്ടിയാണ് പോകത്തുള്ളൂ. ഇപ്പോൾ ഇവിടെയൊക്കെ ഇച്ചിരി വീതിയുണ്ട്, പക്ഷേ അങ്ങ് ചെല്ലുന്തോറും ഒട്ടും വീതിയില്ലെന്നാണ് ചേട്ടന്മാർ പറഞ്ഞത്. അപ്പം വലിയ വണ്ടികളായിട്ടൊന്നും വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ആണെങ്കിലും നല്ല പാടായിരിക്കും. അപ്പം നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് പോവുകയാണ് കേട്ടോ. വഴി കോൺക്രീറ്റ് വഴിയാണ്. അപ്പോൾ ഒരു സൈഡിലായിട്ട് ശരിക്കും കമ്പിവേലി കെട്ടിയിരിക്കുന്ന കാണാം. മൃഗങ്ങൾ അങ്ങോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ മാനുകളൊക്കെ മേയുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. മാനും കാട്ടുപോത്തൊക്കെ ഉള്ള ഏരിയയാണ് ഇവിടെ. മറയൂരിൻ്റെ ഒരു ഭാഗമാണ് ഈ അപ്പുറത്തെ സൈഡിൽ കാണുന്ന കാട്. അപ്പോൾ അവിടെ
ചെയ്യുന്നുണ്ടോ, സംരക്ഷണ വേലി വെച്ച് തിരിച്ചിട്ടുണ്ട്. പലയിടത്തും പൊളിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കിടെയൊക്കെ മിക്കവാറും മൃഗങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കഷ്ടി പോകാവുന്ന ഈ കോൺക്രീറ്റ് വഴിയിൽ കൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വളരെ മനോഹരമാണ്. തൊട്ട് താഴെ ഒരു വലിയ തോടൊഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ധാരാളം മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദൂരേനെ നമുക്ക് ആ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ചെറിയ വര പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൂല് പോലെ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് അതിമനോഹരമാണ്. അതാണ് മറ്റുള്ള വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഭയങ്കര സോഫ്റ്റായിട്ടാണ് താഴേക്ക് വെള്ളം പതിക്കുന്നത്. നല്ല സ്പ്രേ ചെയ്ത പോലെയാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. അതാണ് എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിനെ മറ്റ് വെള്ളച്ചാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതുപോലുള്ള വെള്ളച്ചാട്ടമൊക്കെ വളരെ അപൂർവമാണ് കേരളത്തിൽ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് അധികം വിനോദസഞ്ചാരികൾ ഈ മറയൂർ അല്ലെങ്കിൽ മൂന്നാർ, കാന്തല്ലൂരൊക്കെ വരുന്നവർ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഓടി വരുന്നത്. പിന്നെ തൊട്ട് താഴെ നമുക്കൊരു ചെറിയ തോടും ഉണ്ട് കേട്ടോ. ആ തോട്ടിൽ നമുക്ക് ഇറങ്ങി ആൾക്കാർ കുളിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ കണ്ടു, ഇതുപോലെയുള്ള വലിയ വണ്ടികൾ കയറി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആവും. അതാണ് സൈഡിൽ കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ പോകുന്ന വഴി അത്യാവശ്യം എന്താ പറയണേ, നല്ല പാറക്കെട്ടുകൾ, ഒരു സൈഡിൽ നല്ല പാറക്കെട്ടുകളും ഒരു സൈഡിൽ താഴെ ചെങ്കുത്തായ ഒരു ഭാഗവും അങ്ങനെയുള്ളൊരു വഴിയാണ് കേട്ടോ. ശരിക്കും എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ കംപ്ലീറ്റ് പുറകോട്ട് എടുക്കേണ്ടി വരും വണ്ടി. കണ്ടോ, ഇപ്പം തന്നെ നല്ല ബ്ലോക്കാണ് കേട്ടോ. വഴിയെല്ലാം നല്ല രീതിയിൽ ബ്ലോക്കാണ്. ധാരാളം വണ്ടികൾ ഫ്രണ്ടിൽ ബ്ലോക്കായിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എതിരെ വണ്ടി വരാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ആൾക്കാർ കണ്ടോ ഇവിടെ ഇറങ്ങിയാണ്. ഇവിടെ ഇറങ്ങിയിട്ട് അവർ നടന്നു പോകാനുള്ള പരിപാടിയൊന്നും. നമുക്ക് ഏതായാലും വണ്ടി ഫ്രണ്ടിലേക്ക് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഒരിടത്തും വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. കാരണം കഷ്ടി ഒരു വണ്ടിക്ക്, ഞാൻ പറഞ്ഞില്ലോ, കഷ്ടി ഒരു വണ്ടിക്ക് പോകുന്നൊരു കോൺക്രീറ്റ് വഴി മാത്രമാണ് ഉള്ളത്. കണ്ടോ, ഈ ഒരു വണ്ടിയാണ് അവിടെ ഒരു കുഞ്ഞ് ബ്ലോക്ക് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിരിക്കുകയാണ്. ഇതുണ്ടോ, മുകളിൽ നിന്ന് വെള്ളം പതിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അങ്ങ് മുകളിൽ നിന്ന് കണ്ടില്ലേ, സ്പ്രേ ചെയ്ത പോലെ ഇങ്ങനെ വെള്ളം നൂല് പോലെ താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. എന്നിരുന്നാലും ആ ഒരു വെള്ളച്ചാട്ടത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കണ്ടില്ലേ, നല്ല സ്പ്രേ ചെയ്ത പോലെയാണ് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പതിക്കുന്നത്. അപ്പം നമുക്ക് ആ ആളുകൾ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ, അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് നേരെ ബാക്കിൽ പോയി നിൽക്കാം കേട്ടോ. നമ്മൾ 96 മൂവിയിലൊക്കെ ഉള്ള പോലത്തെ ഏകദേശം അതിനോട് സാമ്യമുള്ള പോലത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പം നല്ല വെള്ളമുള്ള സമയത്ത് ഇതിലും മനോഹരമായിരിക്കും. ശരിക്കും ഉയർന്നു നിൽക്കുന്ന വലിയൊരു പാറയുടെ മുകളിൽ നിന്നാട്ടോ ശരിക്കും താഴേക്ക് വെള്ളം പതിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു മരം നിൽപ്പുണ്ട്. പിന്നെ താഴെ നല്ല പാറക്കൂട്ടങ്ങളും. അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. കാരണം നല്ല വഴുക്കൽ ഉണ്ട്, വെള്ളം ചാടി. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ റോട്ടിൽ വരെ വെള്ളം ഇങ്ങനെ പറന്ന് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല താഴേക്ക് പതിക്കുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ പറയുന്നത്, നല്ല മഴയുള്ള സമയത്ത്. അപ്പോൾ ഈ വെള്ളം താഴേക്ക് ഒഴുകി കണ്ടില്ലേ, ഇത് നമ്മൾ ആദ്യമേ കണ്ട തോട്ടിലേക്കാണ് അത് പോകുന്നത്. ആ താഴെ കണ്ടോ, ആ ദൂരയിൽ നിന്ന് ആ വെള്ളം ഒഴുകി ആ തോട്ടിക്കൂടെ ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, ഇങ്ങനെ പാല് പോലെയാണ് മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴുകി പോകുന്നത്. അപ്പോൾ അവിടെ കണ്ടോ ഒരു പയ്യൻ നിന്ന് കുളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിടെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പക്ഷേ സൂക്ഷിച്ച് വേണം നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പയ്യൻ കുറേ നേരമായിട്ട് വെള്ളത്തിന് താഴെ നിന്നിങ്ങനെ കുളിക്കുന്ന കാഴ്ചയും അതിമനോഹരമായിരുന്നു. കണ്ടോ, പാറയിൽ കൂടിയും വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ദേഹം നനയും, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയേനെ. അപ്പം എരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.